ഹായ്, നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടിരിക്കുമല്ലേ? അപ്പം നിങ്ങൾക്ക് ഇരട്ടി സന്തോഷം തരുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാവേ. നിങ്ങൾ ഓർക്കും ഇപ്പോൾ എൻ്റെ സൗണ്ട് എന്നാ ഇങ്ങനെ ഇരിക്കുന്നത്, ഇതുപോലെ മൂടി പൊതച്ചിരിക്കുന്നത് എന്താണെന്നൊക്കെ. എനിക്കൊരു ചെറിയൊരു പനിയും ചുമയും ഒക്കെയാണ്. ഇന്നലെ തന്നെ പോയി മരുന്ന് മേടിച്ച് അമ്മച്ചിക്ക് സുഖം ഇല്ലാതിരിക്കുന്നുണ്ട്. എളുപ്പം നല്ല അമ്മച്ചിക്ക് പിടിക്കത്തില്ലേ? അല്ലെങ്കിലുണ്ടല്ലോ ഞാൻ അങ്ങനെ ഈ പനി ജലദോഷമൊക്കെ വന്നാൽ മരുന്നിനൊന്നും പോലെ എന്തെങ്കിലും ചെറിയ ഒറ്റമൂലിയിലൊക്കെ ഇങ്ങനെ നിർത്തുന്ന. പക്ഷെ ഇപ്പം അങ്ങനെ പറ്റത്തില്ല. ഒറ്റമൂലിയൊക്കെ ആകുമ്പോൾ നമുക്ക് ശരീരത്തിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നോർത്തോണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്. പക്ഷെ അമ്മയുള്ളപ്പോൾ നമുക്ക് അങ്ങനെ പറ്റത്തില്ല. അതുകൊണ്ടൊരു ഭയങ്കര ഒരു ചെറിയൊരു തണുപ്പ് എനിക്ക്. പിന്നെ നിങ്ങളുണ്ടല്ലോ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിട്ട് കാത്തിരുന്നിട്ട് ദാണ്ട് ഇപ്പം നമ്മുടെ കയ്യിലോട്ട് കിട്ടി എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. അത് ഞാനീ പറയുമ്പം നിങ്ങൾക്കൊക്കെ മനസ്സിലാകും നിങ്ങളിൽ ആരൊക്കെ ആണ് അതിലുണ്ടായിരുന്നതെന്നും ഒക്കെ. അതായത് അവരുടെ കുറച്ച് പേരുടെ നാളുകൾ ഞാൻ പറയാം. ഇപ്പം ഇത് കയ്യിലോട്ട് കിട്ടാൻ പോകുന്നവരുടെ: ഭരണി, മകം, പൂരുരുട്ടാതി, പുണർതം, ചിത്തിര, ഉത്തരം, ചോതി, അവിട്ടം, ചതയം. ഈ 9 നാളുകാരെ തേടിയാണ് ഭാഗ്യം വരാൻ പോകുന്നത്. ഇവർ ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന ഒരു കാര്യമാണ്. അതായത് അവർ താമസിക്കുന്ന ജില്ല തന്നെ മേടിക്കാനുള്ളൊരു സാമ്പത്തികം അവരെ തേടി വരുന്നുണ്ട്. പ്രതീക്ഷിച്ചിരുന്നാണ്. പക്ഷെ ഇന്നാട്ടെ നാളെയാട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഓരോരോ കാരണങ്ങൾ കൊണ്ട് തട്ടി മാറി നീങ്ങിപ്പോയ കാര്യങ്ങളാണ്. ചിലപ്പം നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ലോട്ടറി അടിക്കുന്ന ഒരു കാര്യമായിരിക്കും. എന്തായാലും നിങ്ങളെ തേടി ഒരു മഹാഭാഗ്യമാണ് വരുന്നത്. അപ്പോൾ ആ ഭാഗ്യം ഉണ്ടല്ലോ നിങ്ങൾ വേണ്ട വിധം വിനിയോഗിക്കുക. അബദ്ധത്തിൽ ഒന്നും ചെന്ന് ചാടരുത്. നമ്മുടെ എത്ര വേണ്ടപ്പെട്ടവരായിക്കോട്ടെ, ബന്ധുക്കളായിക്കോട്ടെ, സ്വന്തക്കാരായിക്കോട്ടെ, വെറുതെക്കാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, നമ്മൾ കൊടുക്കുമ്പം അവരതിനർഹരാണോ എന്ന് ചിന്തിച്ചിട്ട് മാത്രമേ നമ്മൾ ചെയ്യാവുള്ളൂ. ഇല്ലെങ്കിൽ അതിൻ്റെ ഭാവി വിഷത്ത് നിങ്ങൾ തന്നെ വേണം അനുഭവിക്കാനായിട്ട്. നിങ്ങളുടെ കുടുംബത്തിനും ഈ നാളുകാരുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു എമൗണ്ട് കിട്ടാനായിട്ടില്ലെങ്കിൽ പോലും നിങ്ങളൊരു ലോട്ടറി അങ്ങ് എടുത്തു, വളരെ നല്ലതാണ്. കാരണം ഇന്നിപ്പം 26-ാം തീയതി, ഇന്നിപ്പോൾ എന്നെ കാണുന്നത് അല്ലെ എൻ്റെ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ 26-ഓ 27-ഓ 28-ഓ ആയിക്കോട്ടെ. ഇനിയിപ്പോൾ ഈ ഡേറ്റിന്, അതായത് ഈ മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നവംബർ മാസമാണ്, അടുത്തത് ഡിസംബർ. ഈ വരാൻ പോകുന്ന ന്യൂ ഇയറിന്, അതായത് 2026 ജനുവരി 17 നടക്കുന്ന കാര്യമാണ് ഇപ്പം ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞുകൊണ്ട് വരുന്നത്. ഈ ന്യൂ ഇയർ കഴിഞ്ഞ് വരുന്ന 17 ദിവസത്തിനുള്ളിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നടന്നിരിക്കും ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ. നിങ്ങൾക്ക് അതുപോലെ വരുന്ന ഒരു ശുക്രദശയാണിത്. നിങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നൊരു കാര്യമാണ്. നിങ്ങൾ എത്ര ഇല്ലായ്മയെന്നും ഇങ്ങനെ മേളിലോട്ട് ഉയരുന്നെന്ന് പറഞ്ഞാൽ പോരെ. അപ്പം അതായത് നിങ്ങളുടെ എല്ലാ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും എല്ലാം തീരാൻ പോകുന്നു. ഇത് നിങ്ങൾക്ക് കൈ കിട്ടിക്കഴിഞ്ഞാൽ കുറഞ്ഞത് നിങ്ങളൊരു 2.5 വർഷമെങ്കിലും കഴിഞ്ഞിട്ടേ ഇത് മറ്റുള്ളവർക്കായിട്ട് നിങ്ങൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിന് മുമ്പ് നിങ്ങളിങ്ങനെ ആർത്തി പിടിച്ച് ഞാൻ വലിയവനാണ്, ഞാനിങ്ങനെ വലിയൊരു ആർഭാടം കാണിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു 5 കോടിയുടെ ഒരു കാറ് മേടിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു 25 കോടി കൊടുത്ത് വീടും വസ്തുവും മേടിച്ചേക്കാം. ഇങ്ങനെയൊന്നും വേണ്ട. നമ്മൾ ആരെയും ആർഭാടം കാണിക്കേണ്ട. ആർഭാടം കാണിച്ച് ദൂർത്തടിച്ച് ഇത് കൈ നിൽക്കുന്ന ഒരു കാശല്ല. നമ്മൾ കാശിനെ ബഹുമാനിച്ചിട്ട് അത് വേണ്ട വിധം വിനിയോഗിച്ചാൽ മാത്രമേ ഈ കിട്ടുന്ന എമൗണ്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടത്തുള്ളൂ. അത് കാരണം നിങ്ങൾ വേണ്ട കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ നിൽക്കുക. പിന്നെ ഇതിനകത്തൊരു കാര്യം പറയാം, ഞാൻ ഇങ്ങനെ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഇത് നാളുകൾക്ക് മുമ്പ് പ്രതീക്ഷിച്ചിരിക്കുന്നവരുടെ കാര്യമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ഇത് പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് ഈ നാളുകാരെല്ലാം കൂടെ പോയി ഉള്ള കാശ്, അതായത് അന്നന്ന് പണിയെടുക്കുന്ന കാശ് മുഴുവൻ കൊണ്ടുപോയി കൊടുത്ത് ലോട്ടറി എടുക്കുമോ, അല്ലെ മറ്റുള്ള എന്തെങ്കിലും ഇരട്ടിപ്പീരിന് കൊണ്ട് കൊടുക്കുമോ, എന്തെങ്കിലും വള്ളിക്ക് പോയിട്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെയൊന്നും നിങ്ങൾ പോകാൻ പാടില്ല. കാരണം ഇത് കുറഞ്ഞത് ഒരു 3 വർഷം മുമ്പെങ്കിലും ഈ കാശിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. അല്ലെ ഈ ഒരു കാര്യം നടക്കുമെന്നും പ്രതീക്ഷിച്ച് നിങ്ങൾ മുടക്കിയിട്ടിരിക്കുന്നവരുടെ കാര്യമാകട്ടോ ഞാൻ ഈ പറയുന്നത്. ഇത് വർഷങ്ങൾക്ക് മുമ്പോട്ട് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു എമൗണ്ടിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അബദ്ധത്തിലൊന്നും ആരും പോയി ചാടരുത്. നിങ്ങൾ സന്തോഷവും സമാധാനമായിട്ടിരിക്കുക. നിസ്സാര കാര്യത്തിന് കുടുംബത്തിൽ കിടന്ന് വഴക്കും അലമ്പും അലോഹ്യവും ഒന്നും ഉണ്ടാക്കരുത്. നിങ്ങൾ നോർമലി ചെയ്യുന്ന ജോലിക്കും കാര്യങ്ങൾക്കും നിങ്ങൾ പൊക്കോണ്ടും ഇരിക്കുക. അല്ലാതെ എന്നെ തേടി കോടികൾ വരുന്നത് ഇനി ഞാൻ എന്തിനാ പോകുന്നതെന്ന് ഓർത്തോണ്ട് നിങ്ങൾ വീട്ടിൽ കയറി ഇരിക്കുകയും ചെയ്യരുത്. പിന്നെ പണ്ടൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ 9 നാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരക്കണക്കിനുമല്ല ലക്ഷക്കണക്കിനുമല്ല ഈ 9 നാളുകാരുള്ളത്.
ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ അകത്തെ ഉൾപ്പെട്ടിട്ടുള്ള ചില ദശാസന്ധ്യയുടെയും ജനന സമയത്തിൻ്റെയും ജനിച്ച ദിവസത്തിൻ്റെയും ജനിച്ച മാസത്തിൻ്റെയൊക്കെ കൂടെ വെച്ചിട്ടാണ് നമ്മൾ നോക്കിയിട്ട് പറയുന്നത്. അങ്ങനെയുള്ളവർക്കാണ് കിട്ടുന്നത്. അല്ലാതെ ഈ ഇന്ത്യയിലോ അല്ലെ എവിടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ നാളെ എൻ്റെ ഇതുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇരുന്നിട്ട് കാര്യമില്ല കേട്ടോ. അപ്പം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ കഷ്ടപ്പെട്ട് പുറകിൽ നിന്ന് നിങ്ങളുടെ സമയം ഇപ്പോഴത്തെ സമയമായിട്ട് യോജിക്കുന്നുണ്ടെങ്കിൽ 100ൽ 110% ഉറപ്പായിട്ട് നിങ്ങളുടെ ഈ കാര്യങ്ങൾ നടന്നിരിക്കും. അതെനിക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടെ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് സഹായിക്കാനുള്ളൊരു നല്ല മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ ആരെ വേണേലും സഹായിക്കണം. പക്ഷെ അതൊരു 2.5 വർഷത്തിന് ശേഷം നിങ്ങൾ നോക്കിയും കണ്ടും അർഹതപ്പെട്ടവരെ മാത്രം നിങ്ങൾ സഹായിക്കുക. അല്ലാത്തവരുടെ കാര്യമേ നിങ്ങൾ ചിന്തിക്കേണ്ട. അർഹതപ്പെട്ടവരെങ്ങനെയുള്ളവരാണെന്നൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ചെയ്യുക. 2.5 വർഷം വരെ നിങ്ങൾ നോർമലിയിൽ അങ്ങ് പോവുക, സൈലൻ്റ് ആയിട്ട്. അതിന് ശേഷമേ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് തുടങ്ങാവുള്ളൂ കേട്ടോ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ മുഖവിലയ്ക്ക് എടുക്കുകയും ചെയ്യണം. അതേ രീതിയിൽ നിങ്ങൾ മുമ്പോട്ട് പോവുകയും ചെയ്യണം. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്തിനും ഒരു നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവുമല്ലോ. രോഗങ്ങളായിട്ടും അല്ലെങ്കിൽ കുടുംബകലഹമായിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയമായിട്ട് അല്ലെങ്കിൽ ഒരു അടിപിടി കേസ് കേട്ടോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റോ ആയിട്ടൊക്കെ നമ്മളെ പെടുത്താനായിട്ട് നോക്കും. പക്ഷെ അതിലൊന്നും പെടരുത്. ഇപ്പോൾ എനിക്ക് ഇന്നലെ ഉണ്ടല്ലോ ചെറിയ രീതിയിൽ പനി വന്ന കൂട്ടത്തിൽ തന്നെ ഒരു ചെറിയൊരു ചങ്ങിന് വേദനയും കൂടെ വന്നു. പക്ഷെ അത് രാത്രി തന്നെ ഞങ്ങളൊരു 12:15 തന്നെ ഹോസ്പിറ്റലിൽ പോയി. എൻ്റെ ഉള്ളിലിരുന്ന് അയ്യോ എനിക്ക് വല്ല അറ്റാക്കിൻ്റെ ആരംഭമാണോ എന്നൊക്കെ വിചാരിച്ചാണ് ഞാൻ ഓടിപ്പോയതെന്ന് വെച്ചാൽ പകലും പോയപ്പോഴും ECG എടുത്തപ്പോൾ ECGയിൽ യാതൊരു വേരിയേഷനും കാണിച്ചില്ല. പക്ഷേ ഇത് രാത്രി ഒരു 12:15 1 മണിയായപ്പോൾ എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദന. ഉടനെ ഞങ്ങളുടെ അടുത്തുള്ള എക്സ്റേ ഹോസ്പിറ്റലിൽ പോയി ECG എടുത്ത് നോക്കിയപ്പം ചെറിയൊരു വേരിയേഷൻ. അപ്പം തന്നെ അവർ അറ്റാക്കിൻ്റെ വല്ല പ്രശ്നമാണെന്ന് അറിയാൻ ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ അതിൻ്റെ ഒന്നുമല്ല, എനിക്ക് ഈ പനിയുടെയും ചുമയൊക്കെ ഉണ്ടായിരുന്നതിൻ്റെ ഒരു ചെറിയൊരു പ്രോബ്ലം ആണെന്നാണ് പറഞ്ഞത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ കയറി പിടിക്കും. അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കാൻ നിൽക്കരുത്. പക്ഷേ നിങ്ങൾ അടിയന്തരമായിട്ട് എന്തു ചെയ്യണം? ഹോസ്പിറ്റലിൽ പോവുക. ഇതൊരു ഗ്യാസിൻ്റെ മറ്റു കാര്യമാണെന്നും പറഞ്ഞൊന്നും നിങ്ങൾ ഇരിക്കരുത്. നമുക്ക് നല്ലത് വരുമ്പോൾ അനുഭവിക്കാൻ ചിലപ്പോൾ നമ്മൾ ഉണ്ടായെന്ന് വരില്ല. അത് പ്രകൃതിയുടെ നിയമം. ഓരോരുത്തർ ആഗ്രഹിച്ച് വലിയ കൊട്ടാരം പോണക്കത്തെ വീട് വയ്ക്കും. പക്ഷെ അതിൻ്റെ അകത്ത് അവർക്ക് ചിലപ്പം കിടക്കാനുള്ള യോഗം ഉണ്ടായെന്ന് വരത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും നമ്മൾ വിട്ടുകളയാതെ നമ്മളത് സൂക്ഷിച്ചും കണ്ടും കൈകാര്യം ചെയ്യുക. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളുടെയൊക്കെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നാണ് കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പം വീട്ടിൽ എപ്പോഴും സന്തോഷപരമായ ഒരു അന്തരീക്ഷം, ഒരു നിസ്സാര കാര്യം കണ്ടുപിടിച്ച് അതിന് വഴക്ക് വാലുമ്പോൾ ഒന്നും നിങ്ങൾ ഉണ്ടാക്കരുത്. എല്ലാവരും ഒത്തൊരുമയോടെ സന്തോഷത്തോടെ പോവുക. പിന്നെ നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതാണ് മെയിനായിട്ട് പറയുന്നത്. നമ്മുടെ കുടുംബത്തിരിക്കുന്ന സ്ത്രീകളുടെ വായിലെ നാക്ക് വായിലിടുക. അപ്പം എന്തെങ്കിലും ഒരു ഇച്ചിരി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ പിന്നെ അത് ഇത്രയും വലിച്ചു നീട്ടും. ഒരു സ്വർണ്ണമാലയുണ്ട്, അതിൻ്റെ കൂടെ 4 മാലയും കൂടെ പ്ലേറ്റിൻ്റെ മേടിച്ചിട്ടിട്ട് ആൾക്കാരെ കാണിക്കാനായിട്ട് നോക്കും. പക്ഷെ ഇത് അങ്ങനെയൊന്നും നിങ്ങൾ കാണിക്കരുത്. നിങ്ങൾ ഒതുങ്ങി ജീവിച്ചു പോവുക ഒരു 2.5 വർഷം വരെ. ഇല്ലെങ്കിൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും കേട്ടോ വരുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് മനസ്സിലിട്ടോണം. മനസ്സിൽ വെച്ച് തന്നെ വേണം നിങ്ങൾ മുമ്പോട്ട് പോകാനായിട്ട്. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ ബൈ ബൈ. ഓക്കേ.